സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി നിയമയുദ്ധം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാജ്ഭവനിലെത്തും. രാജ്ഭവന്റെ ഇൻഹൌസ് മാഗസിനായ രാജഹംസത്തിന്റെ പ്രകാശനത്തിനായാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തുന്നത്. രാജ്ഭവനിലെ പരിപാടികളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഒഴിവാക്കില്ലെന്ന കടുത്ത നിലപാടിൽ നിന്ന് ഗവർണർ പിന്നോട്ടു പോയിട്ടുണ്ട്. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുയർന്ന കുറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നിലവിലെ ഒരു ബന്ധം കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഭാരതാംബ ചിത്ര വിവാദവുമൊക്കെയായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. പിന്നീട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഗവർണറുടെ ക്ഷണം സ്വീകരിച്ച് രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും ഈ ഒരു പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഉണ്ടാകുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. എന്താണ് ഇനിയിപ്പോൾ നിലവിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉള്ളത്. നേരത്തെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിലെ പരിപാടികളിൽ വെക്കുന്നത് വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്ന് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ മന്ത്രി P. പ്രസാദ് അവിടെ നിന്ന് ബഹിഷ്കരിച്ച സംഭവമുണ്ടായി. ഒപ്പം V. ശിവൻകുട്ടി ഒരു പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സാഹചര്യവും ഉണ്ടായി. എന്നാൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ഒഴികെയുള്ള മറ്റെല്ലാ ചടങ്ങുകളിലും ഈ ചിത്രം വെക്കും എന്ന നിലപാടിലായിരുന്നു രാജ്ഭവൻ ഉണ്ടായിരുന്നത്. ഗവർണറുടെ നിലപാടും അതുതന്നെയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് രാജ്ഭവനിലേക്ക് എത്തുന്നത്. രാജ്ഭവന്റെ ത്രൈമാസ മാസികയായിട്ടുള്ള രാജഹംസന്റെ പ്രകാശന ചടങ്ങിലേക്കാണ് ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നത്. ഈ ചടങ്ങിൽ എന്തായാലും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ലെന്ന ഉറപ്പ് രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ആണ് മുഖ്യമന്ത്രി പരിപാടിക്ക് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറെക്കാലത്തിന് ശേഷമായിരിക്കും ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രമില്ലാത്ത ഒരു പരിപാടി രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്നത്. ആ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് അതിന്റെ ഒരു വശം. മറ്റൊന്ന് ഇതിലൊരു രാഷ്ട്രീയമാണ്. അതായത് ഈ ചടങ്ങിൽ ഈ മാസിക പ്രകാശനം നടത്തുന്നത് മുഖ്യമന്ത്രി MP ശശി തരൂരിന് കൈമാറിക്കൊണ്ടാണ്. അതായത് ഈ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെയും വിളിച്ചിട്ടുണ്ട്. VD സതീശൻ പക്ഷേ വെറും സാന്നിധ്യം മാത്രമാണ് ഈ പരിപാടിയിലുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവിനെ സാന്നിധ്യമായി വേദിയിലിരുത്തി സ്ഥലം MPക്ക് ഈ മാസിക കൈമാറുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു രാഷ്ട്രീയം കളിക്കുകയാണ് രാജ്ഭവൻ എന്നൊരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടാവുന്ന സർവകലാശാല വിഷയമടക്കം ജിൽസി പറഞ്ഞ നിരവധി വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും അതുപോലെ ഗവർണറും തമ്മിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് മഞ്ഞുരുകലിന്റെ ഭാഗമായിക്കൊണ്ട് മന്ത്രിമാരൊക്കെ അവിടെ രാജ്ഭവനിൽ സന്ദർശനം നടത്തുകയും ചില പരിപാടികളിലേക്ക് ഗവർണറെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഗവർണർ തന്നെ രാജ്ഭവനിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് എന്നൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ പരിപാടിക്ക്. എന്തായാലും രാവിലെ 10:30 മണിക്കാണ് രാജ്ഭവനിൽ ഈ പരിപാടി നടക്കുന്നത്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.